സ്കൂൾ കലോത്സവത്തിന്റെ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു. വേദികളിലെല്ലാം വലിയ തിരക്കും കാര്യങ്ങളുമാണ്. ഇപ്പോൾ അഞ്ജന അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞാനും നമ്മുടെ ഇവിയും നമ്മളിവിടെ ഈ ഒന്നാമത്തെ വേദിയിൽ ആശ്രാമം മൈതാനത്ത് മാതൃഭൂമി ന്യൂസ് സംഘം സർവ്വസജ്ജമാണ്. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും. ഒരു മിനിറ്റ്, നമ്മുടെ കലോത്സവ പരിപാടിയുടെ പേരെന്താ? അതിലേക്ക് വരുമായിരുന്നു. വളരെ പെട്ടെന്ന് തീർക്കണമെന്നാണ് നമ്മുടെ വേദിയുടെ പേര് കലക്കൻ കൊല്ലം. പത്രത്തിന്റെ പേജും കൊടുക്കണം. പത്രത്തിന്റെ പേജ് കൊല്ലത്തോളം. ഇപ്പൊ മമ്മൂട്ടിയാണ് നമ്മുടെ കൊല്ലത്തോളം പേരൊക്കെ നിശ്ചയിച്ചത്. അപ്പൊ കലക്കൻ കൊല്ലത്തിലൂടെ പ്രേക്ഷകർക്ക് ഇടമുറിയാതെ കലോത്സവ വിശേഷങ്ങളൊക്കെ അപ്പം മാതൃഭൂമി ന്യൂസിലൂടെ തത്സമയം അറിയാം. ഇപ്പൊ ഇവി എന്തൊക്കെയാണ് വിശേഷം ആശ്രമ മൈതാനത്ത്? ഇപ്പൊ അഞ്ജന പറഞ്ഞല്ലോ, അഞ്ജന രാവിലെ തന്നെ വന്നിട്ട് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എല്ലാം അഞ്ജിതയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ബാക്കി ഇനി നമ്മുടെ ഓരോ അതിഥികൾ വരും, ബാക്കി പരിപാടികൾ, ഒരുപാട് സർപ്രൈസുകൾ ഇവിടെ പ്രേക്ഷകർക്കായിട്ട് ഒരുപാട് സർപ്രൈസുകൾ കലക്കൻ കൊല്ലത്തിന്റെ വേദിയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓരോന്നായിട്ട് വരാം. പക്ഷെ ആദ്യം ഒരു അതിഥിയിലേക്ക് പോകണം. അപ്പൊ അതിഥി ഇവിടെ റെഡിയാണ്. പോയാലോ? പെട്ടെന്ന്. ജ്യോതിക അല്ലേ? ജ്യോതിക കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വരുന്നത്. മാത്രമല്ല നമ്മുടെ കലോത്സവത്തിന് വരുമ്പോഴേ ഒരുപാട് ഇനങ്ങളിൽ കുട്ടികൾ പങ്കെടുക്കും. അപ്പോൾ ജ്യോതിക, ഞാൻ മനസ്സിലാക്കുന്ന ജ്യോതിക 2 or 3 ഞാൻ 3 ഇനങ്ങളിലുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം. ഇപ്പൊ അറിഞ്ഞില്ലെങ്കിൽ തന്നെ ജ്യോതികയെ കാണുമ്പോൾ ഒരു ഡാൻസറിന്റെ ലുക്ക് ഇല്ലേ? എത്ര മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടാവും പറയാൻ പറ്റിയില്ലല്ലോ. ആദ്യം അത് പറയാൻ പറ്റില്ല. ഏറ്റവും ഫേവറേറ്റ് ഇനം ജ്യോതികയുടെ ഏതാന്ന് പറ. സേതുവിന് പറ്റുമോ? മോഹിനിയാട്ടം അല്ലേ? മോഹിനിയാട്ടം ഞാൻ കളിക്കുന്നില്ല. ഇത്രയും നേരം രാവിലെ തന്നെ പറഞ്ഞിട്ട് ആ പറഞ്ഞ 3 പേരിൽ മോഹിനിയാട്ടം ഇല്ല. അത് കറക്റ്റ് ആയിട്ട് ചെയ്തു. കുച്ചിപ്പൊടിയാണ് ഇന്ന് അല്ലേ? ഇന്നത്തെ മത്സരം ഇനം കുച്ചിപ്പൊടിയാണ്. അപ്പോൾ എപ്പോഴാണ് മത്സരമൊക്കെ? ഫുൾ സെറ്റ് ആണോ? ഇന്ന് 3 മണിക്കാണ് മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫുൾ സെറ്റ് ആണ്. നമ്മുടെ മാതൃഭൂമിയുടെ നമ്മുടെ ഈ വേദിയുടെ പേര് കലക്കൻ കൊല്ലോന്നാ. പേരെങ്ങനെയുണ്ട്? സൂപ്പർ. നമ്മൾ കലക്കില്ലേ? കലക്കും. അപ്പോൾ മത്സരം എത്ര മണിക്ക് മോളെ മത്സരം? ഏത്? ഇന്നത്തെ അല്ലേ? ഇന്നത്തേത് 3 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ? എങ്ങനെയായിരുന്നു പ്രാക്ടീസ്? ജില്ല മുതലേ നല്ല പ്രാക്ടീസ് ആണല്ലോ. അപ്പൊ നല്ല പ്രാക്ടീസ് ഇല്ലാതെ 3 മത്സര ഇനങ്ങൾ സംസ്ഥാന കലോത്സവത്തിൽ എത്തുക ചെയ്തു. പിന്നെ അല്ലേ 3 ജില്ലക്ക് പിന്നെ നല്ല പ്രാക്ടീസ് ഉറപ്പല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്നും പെർഫോമൻസ് ഇനങ്ങളൊന്നും നമുക്ക് വേദിയിൽ പറ്റില്ല. ജ്യോതിയൊക്കെ എന്തെങ്കിലും പാട്ട് പാടാൻ അങ്ങനെ എന്തെങ്കിലും പറ്റുമോ? അറിയോ? അയ്യോ, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. ഡാൻസ് ചെയ്യുന്ന കുട്ടിയോട് ചോദിക്കാൻ പാടില്ലായിരുന്നല്ലേ? അതെ, മോളെ, നമ്മള് കോഴിക്കോട് നിന്നാണല്ലോ ഇപ്പൊ കൊല്ലത്തേക്ക് വന്നത്. അപ്പൊ ഈ കൊല്ലത്തേക്ക് വരുമ്പോ എന്തെങ്കിലുമൊക്കെ കോഴിക്കോട് എന്ന് വെച്ചാൽ നിങ്ങളുടെ കണ്ണൂരിന് തൊട്ടടുത്താണ് കോഴിക്കോട്. അപ്പൊ നിങ്ങൾക്ക് വലിയൊരു മാറ്റമൊന്നും ഫീൽ ചെയ്യത്തില്ല. തൊട്ടടുത്തല്ലേ നിങ്ങൾ മിക്കപ്പോഴും പോകുന്ന സ്ഥലമൊക്കെ ആയിരിക്കും. അപ്പൊ ഈ കൊല്ലത്തേക്ക് വരുമ്പോ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തല്ലേ കൊല്ലത്തേക്ക് വരാം. അപ്പൊ നമ്മൾ ഇന്നലെയും കണ്ടിട്ടുണ്ടായിരുന്നു. കള്ളസോടൊക്കെ കുടിച്ചോ? കുടിച്ചു. ഓക്കെ. അപ്പൊ കൊല്ലത്തേക്ക് വരുമ്പോ എന്തൊക്കെ മാറ്റമാണ് ഫീൽ ചെയ്യുന്നത്? കൊല്ലത്ത് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡ്. പിന്നെ ഇവിടുത്തെ ആൾക്കാരെ ഇഷ്ടപ്പെട്ടു. ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പൊ എന്തെങ്കിലും ഒരു നമ്മളെന്തെങ്കിലും സഹായം ചോദിച്ചാൽ അത് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവരും. സേതുവിനോട് നീ ഒന്നും ചോദിക്കരുത്. സേതു കൊല്ലത്തല്ല. പക്ഷെ ചേച്ചിനെ എനിക്ക് ഇഷ്ടമായി. സേതു ചേച്ചിനെ കറക്റ്റ് അല്ലേ? കാര്യം 3 കാര്യം രാവിലെ പറഞ്ഞു. ആ 3 ഒഴികെ 4ാമത്തെ കാര്യം നീ പറഞ്ഞല്ലോ, മോഹിനിയാട്ടത്തിൽ പങ്കെടുക്കുന്നതാണ്. സ്വാഭാവികമാണ്. മോഹിനിയാട്ടം ലുക്ക് ഉണ്ട് തീർച്ചയായും. നല്ല ലുക്കാ. പിന്നെ ജ്യോതികെ, ഇന്ന് മത്സരമില്ലേ അല്ലേ? ഉണ്ട്. എത്ര മണിക്ക് ആദ്യം തുടങ്ങാൻ? ഇന്ന് 3 മണിക്കാണ് ഫസ്റ്റ് ക്ലസ്റ്റർ ആണ്. അപ്പോൾ വേഗം തന്നെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം എല്ലാം അതിന് റെഡിയാക്കിയിട്ടാണ് വന്നത് വീട്ടിൽ. ഒരുപാട് തിരക്കുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം, ഈ ഇരിക്കുന്ന ചെറിയ പുള്ളിയൊന്നും അല്ല. ഈ ഇന്നിപ്പോ മത്സരത്തിന് വന്നുവെങ്കിലും ഒരുപാട് നേട്ടങ്ങളൊക്കെ വാരിക്കോരിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഇരിക്കുന്നത്. ഒരുപാട് നേട്ടങ്ങൾ അല്ല, അത് പ്രേക്ഷകരും കൂടെ അറിയണം എന്തൊക്കെയാണ് നേട്ടങ്ങൾ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ജില്ലാ സെക്കൻഡ് ആയിരുന്നു. പിന്നെ ഞാൻ റിപ്പബ്ലിക് ഡേ പരേഡിൽ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് എൻ്റെ ഏജിലുള്ള 4 കുട്ടികളാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു ഒറ്റ ഗേളായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു പെൺപുലിയാണ് കേട്ടോ. ഹലോ, ഒന്നുമില്ല. അപ്പോൾ മോക്ക് എല്ലാ ആശംസകളും. ഇന്നത്തെ മത്സരമൊക്കെ പൊളിക്കാൻ പറ്റട്ടെ, നന്നായിട്ടിരിക്കട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് ഇന്ന് പൊളിക്കൂ. എന്തായാലും നമുക്ക് ഫസ്റ്റ് വാങ്ങി നമ്മൾ തിരിച്ചടിക്കും. നമ്മൾ വീണ്ടും പ്രേക്ഷകരെ കാണും.
ഞാൻ മാക്സിമം ശ്രമിക്കാം. എൻ്റെ ഗുരുക്കന്മാരും അവരുടെയൊക്കെ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ മാക്സിമം തന്നെ ഫ്രണ്ടിലേക്ക് തന്നെ വരാനും കിട്ടും. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവിധ ആശംസകളും കലോത്സവത്തിന്റെ 1ാം നാളിൽ 1ാം അതിഥിയായി ഞങ്ങളുടെ കൂടെ എത്തിയതിന് 1ാം സമ്മാനം തന്നെ വാങ്ങിച്ച് മടങ്ങാൻ കഴിയട്ടെ. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു മോളെ. ഓക്കെ.